നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഉള്ള ലാസ്റ്റ് വെക്കേഷൻ ഡേയ്സാണ്. റാണിയൊക്കെ വന്നിട്ട് പോയി. ഇപ്പം ഇവിടെ ഇവർ അനിയത്തിയും ചേച്ചിയൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഈ ഫ്രണ്ടിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഞാൻ ഇന്നിപ്പം പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നാളെ ഇവിടെ നിന്ന് പോകേണ്ട ആ ഒരു സെറ്റപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അധികം കറങ്ങാനൊന്നും പോയിട്ടില്ല. ഇവിടെ തന്നെ വീടും പരിസരമൊക്കെ ആയിട്ട് നമ്മളങ്ങനെ എൻജോയ് ചെയ്ത് ഇരിക്കുന്നു. അപ്പോൾ വെക്കേഷൻ്റെ ലാസ്റ്റ് ദിവസങ്ങളിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും ചേച്ചിക്കും അനിയത്തിക്കും ഒരു ഈവനിങ് ഔട്ടിങ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇറങ്ങിയതാണ്. പത്മ കഫേയിലാണ് നമ്മൾ. ജസ്റ്റ് ഈവനിങ്ങിൽ ചുമ്മാ ഇങ്ങനെ ചില്ല് ചെയ്യാൻ വന്നതാണ്. അങ്ങനെ കാപ്പുകൂടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത് അത്ര നല്ല അടിപൊളി ഒരു മഴ കിട്ടി. അങ്ങനെ മഴ സമയത്ത് നമ്മളിവിടെ ഒരു പൊല്യൂഷൻ ചെക്ക് ചെയ്യുന്ന ഒരു ഷോപ്പിൽ കയറി. ഈ നമ്മുടെ ആദ്യത്തെ വണ്ടിയാണ് എക്കോസ്പോർട്ട്. അതിൻ്റെ പൊല്യൂഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവിടെ നിർത്തി. അതിഗംഭീരമായ മഴയാണ്, നമുക്കിവിടെ കാണാം. മഴ സൂപ്പർ മഴ, നാട്ടിൽ നല്ല തകർപ്പ് മഴ, ഇടുക്കാച്ചി മഴയാണ്. ഇപ്പം സൂപ്പർ നൈസ് ക്ലൈമറ്റ് ഇപ്പം ഈവനിങ്ങിൽ. അങ്ങനെ ഡിന്നറെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോഴത്തേക്കും ഇവർക്ക് പെട്ടെന്നൊരു തോന്നൽ, കുട്ടിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാമെന്ന്. അത് കുറച്ച് ഹൈ റേഞ്ച് ഏരിയയാണ്. നമ്മുടെ ഇവിടുന്ന് 2-3 hours ഡ്രൈവ് ഉണ്ട്. കുമളിയിലോട്ടൊക്കെ പോകുന്ന ആ ഒരു റൂട്ടാണിത്. സമയം ഏറെക്കുറെ രാത്രി 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന്. 9-9:30 ആയപ്പോഴേ. ഇനിയിപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അടുത്ത മാസം ചിലവായിരിക്കാം. പിന്നെ അവിടുന്ന് നമ്മൾ പങ്കാളാകും. എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഇവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. ഇവർ പോകാൻ റെഡി. വിച്ചുവാണ് വണ്ടി ഓടിക്കുന്നത്. എല്ലാവരും ഉണ്ട് കൂടെ. ഞാൻ ഫ്രണ്ടിലിരിപ്പുണ്ട്. നല്ല ഇരുട്ട് അടിച്ചു വിട്ട് പോകുന്ന നല്ല പറ്റിയ റോഡ്. അതങ്ങനെ വണ്ടി ഇങ്ങനെ പോകുമ്പോൾ മയിലാടിയിലെത്തിയപ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു ഡിസിഷൻ മാറി. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഈ റെസ്റ്റോറൻറ്റിൽ വരികയും ഇവിടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയും ചെയ്തു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഡിന്നർ ഒന്ന് കഴിച്ചിട്ട് വന്നതാണ്. പക്ഷേ പിന്നെ 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഇവന്മാർക്ക് വിശക്കാനെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ കയറി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ്. ഇനി നമുക്ക് നാളെ കാണാം. രാവിലെ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്നത്. ഇവിടുത്തെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ. ഇവിടെ കണ്ടില്ല, ഫുൾ പാർക്കിങ് പാക്ഡ് ആണ്. എനിക്ക് തോന്നുന്ന ആൾക്കാരെല്ലാം ദൂരെ യാത്ര ചെയ്യേണ്ടവരൊക്കെ ഇവിടെ കൊണ്ട് ഇട്ടിട്ട് ഓഫീസിലൊക്കെ പോകാനൊക്കെ ആയിരിക്കും. മൊത്തം വണ്ടികളാണ്. പക്ഷേ ഇത് കുറച്ച് നൈസാക്കിയിട്ടുണ്ട് ഈ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ എല്ലാം ബൈക്ക് വെച്ചിട്ട് ട്രെയിനിൽ പോയിരിക്കുന്നവരായിരിക്കും കൂടുതലും. ഇത് വൈകിട്ട് വന്ന് വീട്ടിലോട്ട് ബൈക്ക് എടുത്ത് പോവാം. ഇത് ബൈപ്പാസ് റോഡ് തന്നെയാണ്. അത്യാവശ്യം ഇപ്പം ആൾക്കാരെല്ലാം ഓഫീസിൽ പോകുന്നതിൻ്റെ തിരക്ക്. ഇപ്പം ഞാൻ രാവിലെ ഒരു ഡ്രൈവിന് ഇറങ്ങിയതായിരുന്നു ചങ്ങനാശ്ശേരി വരെ. അങ്ങനെ ഞാൻ തിരിച്ച് ടൗണിൽ കയറാതെ അങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നു. ഇനി പോകുന്ന വഴി കുഞ്ഞുണ്ണിയെ പിക്ക് ചെയ്യണം. ഇതിലും പലയിടത്തും ഫ്ലാറ്റ് സിസ്റ്റമൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു അങ്ങനെ ഒരു ഫ്ലാറ്റാണിത് ഈ കാണുന്നത്. നമ്മൾ വില അന്വേഷിച്ച് പോകുമ്പോഴത്തേക്കും കൊച്ചി കൊടുക്കുന്ന വില തന്നെ കൊടുക്കേണ്ടിയും വരും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫുള്ളി ഫർണിഷ്ഡ് 2 BHK ഫോർ സെയിൽ എന്ന്. അത് നമ്മൾ വില അന്വേഷിച്ചാൽ ഒരു 40 to 60, 70 lakhs ഒക്കെ പറയും. ഇപ്പം ചങ്ങനാശ്ശേരി ആണെന്നുള്ള രീതിയിൽ വില കുറവൊന്നുമില്ല ഫ്ലാറ്റുകൾക്ക്. കോട്ടയത്തും ഭയങ്കര വിലയാണ്. ഇതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ. ഈ ഏരിയ നമ്മൾ കുറച്ച് ഫ്ലാറ്റുകളൊക്കെ കണ്ടു. അവിടെ ഒരു വലിയ ബിൽഡിങ്ങിൽ ഫ്ലാറ്റ് അവൈലബിൾ ഉണ്ടെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 60 lakhs ആ റേഞ്ചാണ് വില ഈ റൂട്ടിൽ. 60-70 ഏതാണ്ട് കൊച്ചിയിൽ ഇതേ വിലയ്ക്ക് കിട്ടും. ചില ഭാഗങ്ങളിൽ ചെന്നാൽ കൊച്ചിയിലും കിട്ടും. അപ്പം ഇത്രയും ഒരു സാധാരണ ഒരു ടൗണിലായിട്ട് പോലും അത്യാവശ്യം നല്ല വിലയാണ് ഫ്ലാറ്റിനൊക്കെ. ഒക്കെ വണ്ടി ഓടിച്ച് ഇതുവഴി വരും. ആൾക്കാർ എന്നിട്ട് ഇവിടെ കച്ചട എറിഞ്ഞിട്ട് പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ നാടിന്. ആൾക്കാരങ്ങോട്ട് സ്റ്റിൽ ഒരു ബോധവാന്മാരല്ല എങ്ങനെ ഈ ഗാർബേജുകൾ ഡിസ്പോസ് ചെയ്യണമെന്നൊക്കെ ഉള്ളതിൽ.
അതിനൊരു മാറ്റം വരുത്തണം, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലീൻ ആകില്ല. ഇപ്പോഴും ക്ലീൻ അല്ല ശരിക്കും പറഞ്ഞാൽ. ഇപ്പം കർണാടകയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം കുറച്ചുകൂടെ ക്ലീനാണ്. എങ്കിലും കുറേയും കൂടെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കാണിച്ചു കൊടുക്കണം മറ്റുള്ള സ്റ്റേറ്റുകൾക്ക് എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ് നീറ്റാക്കി വെക്കേണ്ടതെന്ന്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും ഒരു ഗവൺമെൻറ് ഭരിക്കുന്നവർ ചെയ്യേണ്ടതാണ്. ഭരിക്കുന്നവർ മാത്രമല്ല, നാട്ടുകാരും നമ്മുടെ നാടിന് വേണ്ടി അറ്റ്ലീസ്റ്റ്. രാവിലെ സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ തിരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ AVSൽ കയറി. ഇന്ന് രാത്രിയിലാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇവർ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തിരികെ മല്ലപ്പള്ളിക്ക് പോകും. അപ്പോൾ ഞങ്ങൾ രാത്രിയിൽ ഇവിടുന്ന് നേരെ കൊച്ചിക്കും. ഓർഡർ ചെയ്തത് പാലപ്പം, അതുപോലെ തന്നെ താറാവ് പപ്പാസ്, പിന്നെ മുട്ട റോസ്റ്റ് അല്ലേ? ഇതാണ് നമ്മൾ ഓർഡർ ചെയ്തത്. സാധനം എത്തി. ഇന്ന് നീ കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഞങ്ങളങ്ങനെ എയർപോർട്ടിലോട്ടുള്ള യാത്രയിലാണ്. രാത്രിയിൽ നേരെ എയർപോർട്ടിലോട്ട് പോകുന്നു. വെളുപ്പിന് 5 മണിക്കത്തെ ഫ്ലൈറ്റൊക്കെ ആയതുകൊണ്ട് രാത്രി 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു. നമ്മളങ്ങനെ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. ഇപ്പം ഇതാണ് ബൈക്കൊക്കെ കറങ്ങുന്നതുണ്ടോ? ഇതെല്ലാം പെൺപിള്ളേരും ആൺപിള്ളേരും കണ്ടോ? ഇതൊക്കെ കോളേജിൽ പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നവന്മാരാ. നട്ടപ്പാതിരക്ക് കറങ്ങുക കൊച്ചിക്കോട്. വീട്ടുകാരറിയുന്നുണ്ടോ? നമ്മൾ ബാംഗ്ലൂരും അതുപോലെ മദ്രാസിനെ പറ്റിയൊക്കെ ഇങ്ങനെ പറയും, അവിടെ കുട്ടികൾ പോയി ചീത്തയാകുന്നു എന്നൊക്കെ. പക്ഷെ കൊച്ചി അത്ര മോശമൊന്നുമല്ല. ഇപ്പം തന്നെ വെളുപ്പാങ്കാലത്ത് 1 മണിക്കും 2 മണിക്കുമൊക്കെ ഈ സിറ്റി കൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ശരിക്കും കൊച്ചിയുടെ ഇതുപോലത്തെ വികൃതമായ മുഖങ്ങൾ. പക്ഷേ ഇതൊക്കെ നമ്മളിപ്പോൾ ഒരു വീഡിയോയിൽ പറയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും സദാചാരമാണ്, ഇതാണെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അത് കാണുമ്പോൾ നമ്മൾ അതൊന്ന് നോട്ടിഫൈ ചെയ്യേണ്ടത് ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അതൊരു അത്യാവശ്യമായ ഘടകമാണ്. അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ ഈ ഒരു വിഷയം. ആസ് യൂഷ്വൽ നമ്മൾ എയർപോർട്ടിലോട്ട് പോകുമ്പോൾ ഇടപ്പള്ളിലെ ലുലു ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ലുലു ക്രോസ് ചെയ്ത് നമ്മൾ നേരെ ഇപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട്, കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഓൾമോസ്റ്റ് എയർപോർട്ടിൻ്റെ മുന്നിൽ എത്തി. ഇനിയിപ്പോൾ നമ്മൾ നേരെ നമ്മുടെ ടെർമിനൽ അങ്ങോട്ടാണ് പോകുന്നത്. ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ ടെർമിനൽ 3 നമ്മൾ പോകുന്നത്. നേരെ ലഗേജൊക്കെ കറക്റ്റാ, കുഴപ്പമൊന്നുമില്ല. അച്ഛനും അമ്മയും കൊണ്ട് വിട്ടിട്ട് ഇതാ തിരികെ പോവുകയാണ്. ഇപ്പോൾ രാത്രി 2 മണിയായത്. ഒരു വല്ലാത്ത സമയമാണ് നമ്മുടെ എന്താ പറയുക ഫ്ലൈറ്റ് ടൈം. പക്ഷേ ഡ്രൈവ് ചെയ്ത് വരാൻ വളരെ എളുപ്പമാണ്, ട്രാഫിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട്. അച്ഛനും അമ്മയും ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ അങ്ങനെ പോയി. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളുടെ ചെക്ക് ഇൻ എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ നേരെ ലോഞ്ചിലോട്ട് പോകാം. ഒരു 3-4 മണിക്കൂർ ഇവിടെ ഇപ്പം നമ്മൾ ഇരിക്കണം. രാവിലെ 5:30-6 മണിക്കേ ഉള്ളൂ ഫ്ലൈറ്റ്. സമയം 3 മണി ആകുന്നേ ഉള്ളൂ. വലിയ തിരക്കൊന്നുമില്ല ഇമിഗ്രേഷൻ്റെ അവിടെ ഒന്നും. കാര്യം വെച്ചാൽ രാവിലത്തെ ഫ്ലൈറ്റ് ആകുമ്പോൾ എപ്പോഴും തിരക്ക് കുറവായിരിക്കും. ഞങ്ങൾ നേരെ ലോഞ്ചിലോട്ടാണ് പോയത്. ലോഞ്ചിൽ പോയി നമ്മളൊരു 2-3 മണിക്കൂർ ഇരുന്നു അവിടെ, 2 മണിക്കൂറോളം. അപ്പോഴത്തേക്കും നമുക്കൊരു അനൗൺസ്മെൻറ്റ് വന്നു, ഫൈനൽ കോളാന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിൻ്റെ ഗേറ്റിൽ നിന്ന ഇവിടുത്തെ എയർലൈൻസിൻ്റെ ആൾക്കാർ നമ്മൾ ലോഞ്ചിലവിടെ വന്ന് നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ലാസ്റ്റ് പാസഞ്ചറാണ്, പെട്ടെന്ന് ബോർഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ഒരു ഓട്ടമായിരുന്നു. നേരെ ഗേറ്റിൽ വന്നു, ബോർഡിങ് ചെയ്തു. നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈറ്റ് 1 മണിക്കൂർ ഡിലേ ആയിരുന്നു. അതാണ് ഞങ്ങളിവിടെ ലോഞ്ചിലിരുന്നത്. അതിനുശേഷം അവർ പെട്ടെന്ന് നമ്മളെ വിളിക്കുകയും ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ ബോർഡ് ചെയ്യാൻ പറയുകയും ചെയ്തു. പക്ഷേ എന്നിട്ടും ഫ്ലൈറ്റ് ആ ഒരു ഡിലേയ്ഡ് ആയിട്ട് തന്നെയാണ് ഫ്ലൈ ചെയ്തത്. അതുകൊണ്ട് നമ്മളിപ്പോൾ ബഹ്റിനിൽ ചെന്ന് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് നമുക്ക് മിസ്സാകും എന്നുള്ള ഉറപ്പായി. കാരണം നമുക്ക് ബോർഡ് ചെയ്യുമ്പോൾ തന്നെ കൊച്ചിയിൽ നിന്ന് നമ്മളോട് അവർ പറഞ്ഞത്, നിങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആഫ്റ്റർ 2 hour ഉണ്ടായിരുന്നത് ഇനി 6.5 hour 7 hour ആകുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ ഇറങ്ങി, ബഹ്റിനിൽ ഇറങ്ങി ഒരു 4-5 hours അവിടെ നിന്നിട്ട് അടുത്ത ഫ്ലൈറ്റിൽ നമ്മൾ റിയാദിലോട്ടുള്ള കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് നമ്മൾ നേരെ നമ്മളങ്ങനെ റിയാദിൽ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ലാൻഡാവും. ഒരു ലോങ് ജേർണി ആയിരുന്നു അത്. കാര്യം വെച്ചാൽ നമുക്കൊരു 7 hour ട്രാൻസിറ്റ് പിന്നെയും കിട്ടിയതുകൊണ്ട് അതൊരു ലോങ് ജേർണി ആയി. നമ്മളങ്ങനെ റിയാദിൽ ലാൻഡായി.
അത്യാവശ്യം ഇപ്പോൾ ക്ലൈമറ്റ് നമ്മൾ പോയ സമയത്തെ പോലെയല്ല, അത്യാവശ്യം ചൂടായി. ഒരു 35 ഡിഗ്രി ഒക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ ചൂട്. നമ്മൾ പോകുമ്പം തണുപ്പായിരുന്നു, ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ റിയാദ് എയർപോർട്ടിൽ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മുടെ ഇമിഗ്രേഷൻ നടക്കണം. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ലഗേജ് എടുക്കണം. അങ്ങനെ നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി സജീവനും ചേച്ചിയും വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നേരെ വെളിയിലോട്ട് പോകണം. അതാണ് ഇനി അടുത്ത പരിപാടി. അല്ലേ, നമ്മൾ ഈ എയർപോർട്ടിൽ ആദ്യമായിട്ട് ലാൻഡ് ചെയ്യുന്നത് അല്ലേ? ഇൻ്റർനാഷണൽ, ഡൊമസ്റ്റിക് വന്നിട്ടുണ്ട്. വെൽക്കം ടു കിങ് ഖാലിദ് ഇൻ്റർനാഷണൽ എയർപോർട്ട്, റിയാദ്. അങ്ങനെ ഇമിഗ്രേഷനൊക്കെ വളരെ പടപടയെന്ന് കഴിഞ്ഞു. നമ്മളിപ്പം ലഗേജ് എടുക്കുന്നിടത്തോട്ട് വന്നു. ലഗേജ് ഇപ്പം എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇനി ലഗേജ് എടുക്കുക, അതിനുശേഷം ചിലപ്പോൾ സെക്യൂരിറ്റി ചെക്കോ സ്ക്രീനിങ്ങോ എല്ലാം കാണും. അത് കഴിഞ്ഞ് നേരെ വെളിയിലോട്ട്. അങ്ങനെ നമ്മൾ വെളിയിൽ എത്തി. അങ്ങനെ ചേട്ടൻ്റെ ചേച്ചിയുടെ കൂടെ ഞങ്ങൾ നേരെ ഇപ്പം തിരികെ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി നമ്മുടെ പുതിയ യാത്ര യൂറോപ്പിലോട്ടുണ്ട്. നമ്മൾ ആ യാത്രയ്ക്കാണ്. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.